Hi children, welcome to LKLS Star Maths class. ഇന്ന് നമ്മൾ SSLCയിലെ അരിത്തമെറ്റിക് സീക്വൻസിലുള്ള പേജ് നമ്പർ 21. അതിനകത്ത് ഫസ്റ്റിൽ 6th വണ്ണാണ് കേട്ടോ. ലാസ്റ്റ് ടൈം ഇതിൻ്റെ ഇതുകൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പറ്റിയില്ല. സോ നമുക്കിത് ചെയ്യാം. 6th question. നമുക്കൊന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. In each of the arithmetic sequences below, some terms are missing and their positions are marked with circle and find them. കണ്ടോ, കുറേ സീക്വൻസസ് തന്നിട്ടുണ്ട്, പക്ഷേ ചിലത് എന്താണ് മിസ്സിംഗ് ആണ്. സോ ആ മിസ്സിംഗ് ആയിട്ടുള്ളതിനെ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അരിത്തമെറ്റിക് സീക്വൻസസ് എന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ 2, 4, 6, 8 എന്നും പറഞ്ഞ് ഇങ്ങനെ കുറേ ശ്രേണികൾ, കുറേ ടേംസ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം അല്ലേ. അപ്പോൾ അങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം നമ്പർ കിട്ടുന്നതിനെയാണ് എന്ത് പറയുക, അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുക. ക്ലിയർ? സോ നമുക്കത് ഇത് ചെയ്യാം കേട്ടോ. 24 എന്താ ഫസ്റ്റ് ടേം ആണ്, ഇവിടെ സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ദെൻ ഫോർത്ത് ടേമും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മിഡിലിൽ കിടക്കുന്ന ഇതിനെ രണ്ടിനെയാണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്കത് ചെയ്യാം. കണ്ടോ, ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഇവിടെ കാണാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഡിഫറൻസ് ചെയ്യാം. സോ ഡിഫറൻസ് ചെയ്യാൻ നേരം നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഒരു ഫോർമുല ഉണ്ടല്ലേ, ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എന്താണ് ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഈ കിടക്കുന്ന, ഇപ്പോൾ ഇവിടെ ഒരു ടേം തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടില്ല, ഇവിടെ തന്നിട്ടില്ല, ഇവിടെയും തന്നിട്ടുണ്ട്. സോ ഈ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടേമും തമ്മിലുള്ള ഡിഫറൻസും ബൈ പൊസിഷൻ ഡിഫറൻസ്. സോ വാട്ട്സ് ദ മീനിങ് ഓഫ് പൊസിഷൻ ഡിഫറൻസ്? സി 24 എത്രാമത്തെ നമ്പറാണ്? ഒന്നാമത്തെ. സോ ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ടേം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ തന്നിരിക്കുന്ന നമ്പറും പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന നമ്പറുകളുടെ സ്ഥാനം. 24ൻ്റെ സ്ഥാനം എത്രയാണ്? 1ആണ്. 42യുടെ സ്ഥാനം എത്രയാണ്? 4th വണ്ണാണ് അല്ലേ. ഫോർത്ത് ടേം ആണ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. ക്ലിയർ? സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡിഫറൻസ്. സോ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വാട്ട്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. സി അപ്പോൾ ഡിഫറൻസിന് നമ്മൾ എന്തെഴുതി? ഷോർട്ടായിട്ട് ഡി എഴുതി. ദെൻ ടേം ഡിഫറൻസ് എഴുതുമ്പോൾ ആദ്യം ഇവിടെ നിന്ന് മാത്രമേ എഴുതാവുള്ളൂ കേട്ടോ. വലുത് ആദ്യം, ഇവിടെ നിന്നല്ലേ ഇങ്ങനെ പോകുന്നത്. സോ അത് എഴുതി 42 മൈനസ് 24 ബൈ പൊസിഷൻ ഡിഫറൻസ്. 42ൻ്റെ പൊസിഷൻ എത്രാമത്തെ നമ്പറാണ്? അത് നാലാമത്തെ. മൈനസ് 24 എത്രാമത്തെ ടേമാണ്, എത്രാമത്തെ പദമാണ്? ഒന്നാമത്തെ. സോ 1. കണ്ടോ, 42 മൈനസ് 24 ബൈ 4 മൈനസ് 1. ക്ലിയർ? ദെൻ സബ്ട്രാക്ട് ഇറ്റ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 18 കിട്ടും. ഇവിടെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 3 കിട്ടി. ഇനി 3 18 എത്ര ടൈംസാണ് പോകുന്നത്? 6 ടൈംസ് അല്ലേ. 6 3s are 18. സോ വി ഗോട്ട് വാട്ട്? 6. ക്ലിയർ? അങ്ങനെ നമ്മൾ എന്താ കണ്ടുപിടിച്ച് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം അല്ലേ. സോ ഫസ്റ്റ് സെക്കൻഡ് ടേം, അതായത് നമുക്കിവിടെ ഫസ്റ്റ് ടേം ഉണ്ട്. സോ സെക്കൻഡ് ടേം കാണാം. ഈ സെക്കൻഡ് ടേം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ കിട്ടിയ ഈ ഡിഫറൻസ് ആയിട്ടുള്ള 6 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. കണ്ടോ, 24 പ്ലസ് 6 ചെയ്ത് ഇവിടുത്തെ ആൻസർ കിട്ടും. ഇനി ഈ കിട്ടിയ ആൻസറിൻ്റെ കൂടെ വീണ്ടും 6 ആഡ് ചെയ്ത് ഇവിടെ കിട്ടും. ഈ കിട്ടിയ ആൻസറിൻ്റെ കൂടെ വീണ്ടും 6 ആഡ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഇത് തന്നെയായിരിക്കും കിട്ടുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഡിഫറൻസ് വരെ കണ്ടുപിടിച്ചു. നമുക്കിനി സെക്കൻഡ് ടേം കാണാം. കണ്ടോ, സെക്കൻഡ് ടേം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? x2. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് കൊടുത്തേക്കാണ് x2 കേട്ടോ. അപ്പോൾ x2 എന്ന് പറയുമ്പോൾ എന്ത് പറ്റി? ഇതാ കണ്ടോ, ഫസ്റ്റ് ടേം ആയിട്ടുള്ള 24 പ്ലസ് നമ്മുടെ ഡിഫറൻസ്. ഫസ്റ്റ് ടേം ആരാണ്? ദ 24. ഇപ്പോൾ കണ്ടുപിടിച്ച ഡിഫറൻസ് ആരാണ്? 6. സോ 24 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 30. റൈറ്റ്? സി ഇനി നമുക്ക് ആരെയാണ് കാണേണ്ടത്? നമുക്കിവിടെ കിട്ടി. നമുക്ക് തേർഡ് ടേം കാണണം അല്ലേ. ഫസ്റ്റ് സെക്കൻഡ് ടേം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ദെൻ തേർഡ് ടേം. സോ നമുക്ക് എന്തെഴുതാം? തേർഡ് ടേം. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തേർഡ് ടേമിനെ സൂചിപ്പിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? x3 ഈക്വൽ ടു ഈ 30. ഇപ്പോൾ കണ്ടുപിടിച്ച സെക്കൻഡ് ടേം ആയിട്ടുള്ള 30യുടെ കൂടെ 6 ആഡ് ചെയ്തു. സോ 36. കണ്ടോ? അപ്പം നമുക്കിട്ട് എടുത്തെഴുതാം. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 24, ദെൻ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് 30, 36. കണ്ടോ, 30, 36 കണ്ടുപിടിച്ചു. ഇത് തന്നിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയല്ലോ? കണ്ടോ, 24ൻ്റെ കൂടെ 6 ആഡ് ചെയ്തു, 30 കിട്ടി. 30യുടെ കൂടെ 6 ആഡ് ചെയ്തു, 36 കിട്ടി. ദെൻ അഗെയിൻ 36ൻ്റെ കൂടെ 6 ആഡ് ചെയ്ത് എന്ത് തന്നെ കിട്ടും? 42, വിച്ച് ഈസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. ക്ലിയർ? സോ ഒന്നും കൂടി ഇത് പറയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു ടേം തന്നാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നടുക്കത്തെ രണ്ടെണ്ണമാണ് കണ്ടെത്തേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ക്ലിയർ? ടേം ഡിഫറൻസ് മീൻസ് ദിസ് ഇസ് എ ടേം. ഓക്കെ,
സോ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഇത് ഒന്നാം പദം, ഇത് നാലാം പദം. സോ നാലാം പദത്തിൽ നിന്നാണ് ഒന്നാം പദം കുറയ്ക്കുന്നത്. സോ 4 മൈനസ് 1. ക്ലിയർ ആയല്ലോ? സോ വി ഗോട്ട് വാട്ട് 18/3 ആൻഡ് 3 ഇതിൽ എത്ര ടൈംസ് പോയി? 6 ടൈംസ് പോയി. അങ്ങനെ 6 കിട്ടി. D = 6. ഇനി സെക്കൻഡ് ടേം x2 കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 24 എടുക്കുക, അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുക, നമുക്ക് 30 കിട്ടും. വീണ്ടും നമുക്ക് തേർഡ് ടേമിനെ കാണാനായിട്ട് വീണ്ടും എന്താ ചെയ്യേണ്ടത്? ആ തേർഡ് ടേം x3 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ടേം ആയിട്ടുള്ള 13ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 36ഉം കിട്ടി. എന്നിട്ട് നമ്മൾക്ക് എങ്ങനെ എടുത്തെഴുതാം? ക്ലിയർ ആയല്ലോ അല്ലേ? താങ്ക് യു.